പ്രിയപ്പെട്ട കുട്ടികളെ, ഇൻസൈറ്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയാണ് തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആദ്യ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. മലയാളം മീഡിയത്തെയും ഇംഗ്ലീഷ് മീഡിയത്തെയും ഒരുപോലെ കൊണ്ടുപോകേണ്ടതുകൊണ്ടാണ് മലയാളവും ഇംഗ്ലീഷും ചേർത്താണ് പറയുക. അതുകൊണ്ട് മലയാളം മീഡിയത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിന് ബുദ്ധിമുട്ടായിട്ടോ തോന്നുകയുണ്ടാവാം. എന്നാലും എന്ത് ചെയ്യാം, നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളും ടെക്സ്റ്റ് ബുക്ക് വെച്ച് വേണം വീഡിയോ കാണുന്ന സമയത്ത് ഇരിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് വെച്ചിരിക്കുക, എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യാം കേട്ടോ. നോക്കാം നമുക്ക്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിൽ ഒരു ഉത്ബോധനം എന്നൊരു കവിത, കുമാരനാശാൻ്റെ ഉത്ബോധനം എന്നൊരു കവിത വെച്ചിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം നിങ്ങൾക്ക്. ഫ്രീഡം അലോൺ ഈസ് നെക്ടർ ഡിവൈൻ, ഫ്രീഡം ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ടു എ സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിൾ സ്ലേവറി ഈസ് മോർ ടെറിബിൾ ദാൻ ഡെത്ത്. അല്ലേ? മലയാളത്തിലാണെങ്കിൽ എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നാണ്. അല്ലേ? അപ്പോൾ അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്രത്തോളം പ്രധാനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം. അല്ലേ? പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അത് എന്തിനേക്കാൾ ഭയാനകമാണ്? മൃതിയേക്കാൾ. മൃതി എന്ന് പറഞ്ഞാൽ മരണം, മരണത്തേക്കാൾ ഭയാനകമാണ്. ഒരു സെൽഫ് റെസ്പെക്റ്റിംഗ് പീപ്പിളിന് സ്ലേവറി എന്ന് പറയുന്നത് എന്താണ്? മോർ ടെറിബിൾ ദാൻ ഡെത്ത്. മൃതിയേക്കാൾ, മരണത്തേക്കാൾ ഭയാനകമാണ്. അല്ലേ? മരിക്കുന്നതിന് സമമാണ്, അല്ലെ മരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് പാരതന്ത്ര്യം കൊണ്ടെടുക്കുക, അല്ലെ സ്ലേവറി, അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എന്നാണ് കുമാരനാശാൻ്റെ കവിത. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ലേവറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാരതന്ത്ര്യം, സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭ്യമായിരുന്നില്ല, അന്നത്തെ ജനങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല എന്നതൊക്കെയാണ് പ്രശ്നം. അത്തരമുള്ളൊരു സമൂഹത്തെ സ്വാതന്ത്ര്യമുള്ള സമൂഹമാക്കി മാറ്റിയെടുക്കുന്ന ഒരു കാര്യങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് റവല്യൂഷൻസ് അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇൻ സെവറൽ പ്ലേസസ് ദ കോമൺ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ആസ് മച്ച് ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. ദ പീപ്പിൾ ഹു വെർ ഡിപ്രൈവ്ഡ് ഓഫ് ഫ്രീഡം ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. Some adopted peaceful means, whereas others preferred armed rebellion. All these struggles tried to change the system that denied freedom and rights and to establish a new one. അതായത് നമ്മൾ ഈ കാലത്ത് എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലരെന്ത് ചെയ്തു? സഹന സമരത്തിൻ്റെ മാർഗം സ്വീകരിച്ചപ്പോൾ ചിലരെന്ത് ചെയ്തു? സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലുള്ള വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് അവ വിപ്ലവം എന്ന് അറിയപ്പെട്ടു. അല്ലേ? അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്ന് അറിയപ്പെട്ടു. Okay, these struggles tried to change the system that denied freedom and rights and to establish a new one. നിലവിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഡിനൈ ചെയ്യുന്ന, അതിനെ നിഷേധിക്കുന്ന ആ സിസ്റ്റത്തെ മാറ്റിയിട്ട് പുതിയ ഒരു വ്യവസ്ഥിതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സ്ട്രഗിൾസൊക്കെ നടത്തിയത്, ഈ സമരങ്ങളൊക്കെ ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് ആളുകളെ എത്തിച്ചത് റിനൈസൻസ് ആണ്, നവോത്ഥാനമാണ്. അല്ലേ? റിനൈസൻസ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് റിനൈസൻസ്. അല്ലേ? സയൻറ്റിഫിക് ടെമ്പറും മാനവികതയും, അല്ലേ, ശാസ്ത്രബോധവും മാനവികതയും എല്ലാം തിരിച്ചറിയാനുള്ള കഴിവും കുറേ ഭാഷകളുടെ, അല്ലേ, നാട്ടുഭാഷകളുടെയൊക്കെ ഉത്ഭവം ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ റിനൈസൻസ് ആണ് സത്യത്തിൽ എന്തുണ്ടാക്കുന്നത്? ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. ദെൻ ദീസ് നോവൽ ഐഡിയാസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ഇറാഷണൽ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. ഇങ്ങനെ വളരെ ഇറാഷണൽ ആയിട്ടുള്ള വിശ്വാസങ്ങളെയും
യുക്തിയില്ലാത്ത, അല്ലെ, ഇറാഷണൽ എന്ന് പറഞ്ഞാൽ യുക്തിയില്ലാത്ത, യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. മനസ്സിലായി? മാനവികതയും സയൻറ്റിഫിക് ടെമ്പറും ഒക്കെ. പിന്നെ കുറേ ഭാഷകൾ, പുതിയ പ്രാദേശിക ഭാഷകൾ നിലവിലുന്നത്. എന്തുകൊണ്ടാണ് ഭാഷകൾ നിലവന്നിട്ടുള്ള കാര്യം? ലാറ്റിനിൽ മാത്രമുള്ള കുറേ കാര്യങ്ങൾ സ്വന്തം ഭാഷയിലേക്ക് എത്തുകയും അവർക്കത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായി. അതാണ് ഭാഷകളുടെ പ്രാധാന്യം. നിലവിലുണ്ടായിരുന്ന വലിയ ഭാഷകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പല ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നില്ല. എന്നാൽ പ്രാദേശികമായ ഭാഷകൾ രൂപപ്പെടുകയും അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്കായി മാറുകയും ചെയ്തത് വലിയൊരു മാറ്റം തന്നെയാണ്. അത്തരത്തിൽ ഇറാഷണൽ ബിലീഫ്സിനെയും ട്രഡീഷൻസിനെയും സമ്പ്രദായങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ ഇവർക്ക്, സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞു. അതേപോലെ സയൻസ്, അല്ലേ, ശാസ്ത്രാവബോധം, ശാസ്ത്രം മുന്നോട്ട് വന്നത്, ശാസ്ത്രം കുറച്ചും കൂടെ മുന്നോട്ട് കയറി വന്നത്, ആ പ്രോഗ്രഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, അതും എന്തിനു കാരണമായി? ജനങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു സാധ്യത തുറന്നു വന്നു. The progress in the field of science brought about by the Renaissance gave birth to Enlightenment in the 18th century. 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെൻറ്റിന് ഇത് കാരണമായി, ശാസ്ത്രാവബോധം. ഓക്കെ, പ്രോഗ്രഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റിന് രൂപം നൽകി. എൻലൈറ്റൻമെൻറ്റിന് രൂപം നൽകി. അങ്ങനെ അതിൻ്റെ ദ തിങ്കേഴ്സ് ഓഫ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റഡ് ഐഡിയാസ് ലൈക്ക് ഫ്രീഡം, അല്ലേ, എൻലൈറ്റൻമെൻറ്റിൻ്റെ ചിന്തകർ ഈ പ്രൊപ്പഗേറ്റ് ചെയ്ത ഐഡിയ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടി വരും. എന്താണ് ഫ്രീഡം? സ്വാതന്ത്ര്യം. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം. ദെൻ ഈക്വാളിറ്റി, തുല്യത. ആൻഡ് നാഷണലിസം, ദേശീയത. ഓക്കെ, 4 കാര്യങ്ങളാണ്. ഫ്രീഡം, ഫ്രണ്ട് എന്ന് ആലോചിച്ചാൽ മതി. FRIEND അല്ലേ ഫ്രണ്ട് എന്നുള്ള സ്പെല്ലിങ്. FR എന്താണ്? ഫ്രീഡം. I അങ്ങ് വിട്ടേക്കൂ. ഇനി E അല്ലേ ഉള്ളത്. E എന്താ? ഈക്വാളിറ്റി. N എന്താണ്? നാഷണലിസം. D എന്താ? ഡെമോക്രസി. അപ്പോൾ എൻലൈറ്റൻമെൻറ്റിൻ്റെ 4 സവിശേഷതകൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ദ തിങ്കേഴ്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് propagated, what are the ideas propagated by the thinkers of enlightenment എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയണം? ഈ 4 കാര്യങ്ങൾ പറയണം. ഫ്രണ്ട് ആണല്ലേ, ഫ്രീഡം, പിന്നെയോ ഈക്വാളിറ്റി, പിന്നെയോ നാഷണലിസം, പിന്നെയോ ഡെമോക്രസി. 4 ഐഡിയോളജികളാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇറ്റ് എൻകറേജ്ഡ് ദ people in the different parts of the world to protest against the autocratic system prevailing then. ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള എന്താ, സ്വേച്ഛാധിപത്യ രൂപത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കെതിരെ സംസാരിക്കാൻ, അവരോട് പ്രതികരിക്കാൻ ഈ എൻലൈറ്റൻമെൻറ്റ് കൊണ്ടുവന്ന അതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ട കുറേ ഐഡിയോളജികൾ ജനങ്ങൾക്ക് ആവേശം നൽകി, അല്ലെങ്കിൽ അവരെ പ്രതികരിക്കുന്നതിന് രൂപത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്നാണ് പറഞ്ഞത്. ഇത്തരം പ്രൊട്ടസ്റ്റുകളാണ് ഈ നമ്മൾ പറയാനിരിക്കുന്ന റവല്യൂഷൻസിനൊക്കെ കാരണമായി മാറിയത്. ഇനി നമുക്കതിലേക്ക് വരാം. പ്രധാനപ്പെട്ട കുറേ റവല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. ഇനി ഞാനൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡുകൾ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡുകളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സെൻറ്റൻസ് അതേപോലെ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ബൈ ഹാർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ മറ്റ് പ്രസിദ്ധീകരണങ്ങളിലെ വേർഡ്സ് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഷോർട്ടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ അതൊരു പ്രാവശ്യം മാത്രമേ പഠിക്കുന്നുള്ളൂ. നിങ്ങൾ സ്കൂളിൽ നിന്ന് അത് കാണുന്നില്ല, നിങ്ങൾ മറ്റൊരു കുട്ടി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, പിന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അത്തരം വേർഡുകൾ ഉപയോഗിക്കുന്നില്ല. എല്ലാം ഏത് വേർഡിങ്സാണ് ഉണ്ടാവുക? ടെക്സ്റ്റിലെ വേർഡുകളാണ് ഉണ്ടാവുക. അപ്പോൾ ടെക്സ്റ്റിലെ വേർഡുകൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ടെക്സ്റ്റ് കൂടുതൽ വായിക്കുക, ടെക്സ്റ്റിൽ നിന്ന് നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിലെ വാക്കുകൾ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ പറയാൻ ഏറ്റവും സ്മൂത്തായിട്ട് പറയാൻ, ഏറ്റവും ലളിതമായി പറയാൻ പറ്റാവുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ടെക്സ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ടെക്സ്റ്റിലുള്ള വേർഡുകൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിരിക്കുക. നിങ്ങൾ മറ്റൊരു പ്രസിദ്ധീകരണത്തിൻ്റെ ഷോർട്ട് നോട്ടുകളിലേക്ക് പോകണ്ട.
നമ്മൾ തരുന്ന ഷോർട്ട് നോട്ടും സ്വാഭാവികമായിട്ടും ടെക്സ്റ്റുമായിട്ട് ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക. അല്ലാതെ എന്തുണ്ടാവില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഈ ടെക്സ്റ്റിലെ വേർഡ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ടെക്സ്റ്റാണ് കാണുന്നത്, നിങ്ങൾ ടെക്സ്റ്റാണ് കേൾക്കുന്നത്, ടീച്ചേഴ്സ് എടുക്കുന്ന ടെക്സ്റ്റ് നോക്കിയിട്ടാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങളതാണ് കുറച്ചും കൂടെ നല്ലത് അതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല ജ്ഞാനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഐഡിയ മാത്രം കിട്ടിയാൽ, കോൺസെപ്റ്റ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്, കുഴപ്പമില്ല, അതും നല്ലതാണ്. പക്ഷേ അത്രത്തോളം കഴിവുള്ള കുട്ടികളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് ടെക്സ്റ്റിലെ വേർഡുകൾ നന്നായി പഠിച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. അതായിരിക്കും നല്ലത്. 2 പ്രാവശ്യം വായിച്ചാൽ 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം സ്വയം പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ വേർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ ആ ഒരു തരത്തിലാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ലളിതമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ ലളിതമായ വാക്കുകൾ വേറൊരു പ്രസിദ്ധീകരണത്തിൽ പോയാൽ കിട്ടില്ല. അത് കുറച്ചും കൂടെ എന്തായിരിക്കും, ഇതിനേക്കാൾ കഠിനമായിരിക്കും. അതിന് നിൽക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലേക്ക് പോവുകയാണ് കേട്ടോ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അമേരിക്കനെ കുറിച്ച് പഠിക്കണം. അമേരിക്ക എന്ന് പറയുന്നത് കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. അതല്ലാണ്ട് അത്രയും കാലം അമേരിക്കയിൽ ആളില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് സഞ്ചാരിയാണ് അല്ലേ, നാവികനാണ്. അദ്ദേഹം ഇന്ത്യക്കാരെ തിരഞ്ഞിട്ട് ഇന്ത്യ എന്ന സ്ഥലത്തെ തേടി നടന്നിട്ട് അവസാനം എത്തിപ്പെട്ടത് വടക്കേ അമേരിക്കയിലാണ് അല്ലേ, നോർത്ത് അമേരിക്കയിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത്. അവിടെയുള്ള ആളുകളെ പോയപ്പോൾ കുറേ ആളുകൾ അവിടെ കണ്ടു. ആ കണ്ട ആളുകളെ ഇവരെന്ത് വിളിച്ചു? ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇന്ത്യക്കാർ തിരഞ്ഞു പോയതാണ്. അപ്പോൾ ആദ്യത്തെ ഇയാൾ വിചാരിച്ചു ഇന്ത്യക്കാരായിരിക്കും എന്ന് വിചാരിച്ചു. അയാളെ അവിടെയുള്ള ആളുകളെ ഇദ്ദേഹം ഇന്ത്യൻസ് എന്നാണ് വിളിച്ചത്. അങ്ങനെയാണ് അവരെ നമ്മൾ പിൽക്കാലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നത്, വിളിക്കപ്പെട്ടത്? റെഡ് ഇന്ത്യൻസ് എന്ന പേരിലാണ് അവർ വിളിക്കപ്പെട്ടത്. പിന്നെ അതിനുശേഷം ക്രിസ്റ്റഫർ കൊളംബസ് വടക്കേ അമേരിക്കയിൽ എത്തിയ ശേഷം പിന്നീട് യൂറോപ്പിൽ നിന്ന് ആളുകൾ, അത് പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. മൈഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുടിയേറി പാർക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് എത്തിച്ചേർന്നത് ആരെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനം ഭയന്നിട്ട് വന്ന കുറച്ച് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരെ നമ്മൾ തീർത്ഥാടക പിതാക്കൾ അല്ലെങ്കിൽ പിലിഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കുന്നു. അത് അവർ വന്ന കപ്പലിൻ്റെ പേരാണെന്ത്? മെയ്ഫ്ലവർ എന്ന് പറഞ്ഞ കപ്പലിലാണ് അവരെ അവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ ആ വന്ന ആളുകളാണ് അവിടെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്നത്. എഴുത്തുകാരാണ് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഈ പിലിഗ്രിം ഫാദേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിക്കുന്നു. ശേഷം അവിടേക്ക് ഒരുപാട് രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടേക്ക് മൈഗ്രേഷൻ തുടങ്ങി. അങ്ങനെ അതാണ് നമ്മുടെ ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകുന്നേരം കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അവിടെ കോളനികൾ ഉണ്ടാക്കിയെന്ന് മനസ്സിലായല്ലോ. ഇനി ആ കോളനികൾ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിപ്പെടുന്നത്. നോക്കാം എന്താ കാര്യം എന്നുള്ളത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കിയാൽ കാണുന്ന കാര്യമാണിത്. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ മനസ്സ് പറഞ്ഞു നോക്കണം കേട്ടോ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. എന്തില്ല? നോ ടാക്സേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. മലയാളത്തിൽ പറഞ്ഞാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഒരു മുദ്രാവാക്യമാണെന്ത്? സ്ലോഗനാണെന്ത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. This was a slogan that thundered along different parts of North America in the second half of the 18th century. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ അല്ലേ, അവസാന പകുതി അല്ലേ, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th century. 18th century എന്നാൽ 1700 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ പറയുക 18th century എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ആ സെക്കൻഡ് ഹാഫ്, അതായത് 1750 ശേഷം 1750 to 1800 1800 വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മളെന്ത് പറയുക സെക്കൻഡ് ഹാഫ് ഓഫ് ദ 18th century എന്ന് പറയുന്നത്. ആ കാലത്ത് ജനങ്ങളിൽ മുഴങ്ങിക്കേട്ട ആ ഒരു മേഖലയിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട് മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണെന്ത്? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. ആരാണിത് കൊണ്ടുവന്നത്? ഇത് ഫ്രെയിം ചെയ്തത് ആരാണ്? ജെയിംസ് ഓട്ടിസ് എന്ന് പറഞ്ഞ ആളാണ് എന്ത് ചെയ്യുന്നത്?
നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗൻ ഫ്രെയിം ചെയ്യുന്നത്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്റിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക്, ജനങ്ങൾക്ക് എന്ത് വേണം? റെപ്രസെൻറ്റേഷൻ വേണം. റെപ്രസെൻറ്റേഷൻ ഇല്ലെങ്കിലോ നോ ടാക്സേഷൻ, ഞങ്ങളെന്ത് തരില്ല? നികുതി തരില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യം ഇല്ലെങ്കിൽ എന്തുമില്ല, നികുതിയും തരില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുണ്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ്. പിന്നെയോ അതാരാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? അത് ഫ്രെയിം ചെയ്ത് ആരാണ്? രൂപം നൽകിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എസ് എ ഭാഗത്തേക്ക് നമുക്ക് കടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് എ എഴുതേണ്ടി വരുമല്ലോ. അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു എസ് എ ചോദിച്ചു കഴിഞ്ഞാൽ 6 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള കുറേ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറഞ്ഞു വരുന്നത്. നോക്കൂ, ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് എ പാർട്ട് ഓഫ് പവർഫുൾ അജിറ്റേഷൻ എന്നാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഫ്രം ദ 16th century ഓൺവേർഡ്സ് ദ യൂറോപ്യൻസ് ബിഗാൻ ടു മൈഗ്രേറ്റ് ടു നോർത്ത് അമേരിക്ക. ദ മേജർ എയിം ഓഫ് മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ്. By the 18th century, England had established 13 colonies in the eastern coast of North America. ഓക്കെ, 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി അല്ലേ. വിഭവങ്ങൾ കൈയടക്കുക അല്ലേ. എന്താണ്? എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ്. വിഭവങ്ങൾ കൈയടക്കുക എന്നായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18ാം നൂറ്റാണ്ടോടെ അല്ലേ, 18th century ആയതോടെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. അടുത്ത സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അടുത്ത സൈഡിലെ 13 കോളനി ജോർജിയ, സൗത്ത് കരോളിന, നോർത്ത് കരോളിന എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. അങ്ങനെ 13 കോളനികൾ ആര് സ്ഥാപിച്ചു? ഇംഗ്ലണ്ട് എവിടെ സ്ഥാപിച്ചു? നോർത്ത് അമേരിക്കയിൽ സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? 16th century തുടക്കം മുതൽ തന്നെ വടക്കേ അമേരിക്കയിൽ നോർത്ത് അമേരിക്കയിലേക്ക് വലിയ മൈഗ്രേഷൻ ഉണ്ടായി. എന്താ അവരുടെ ഉദ്ദേശം? എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ് ഓഫ് നോർത്ത് അമേരിക്കയിലെ റിസോഴ്സസുകൾ, വിഭവങ്ങൾ കൈയടക്കുക എന്നാണ്. ആരൊക്കെ ഉണ്ടാവും? ഇംഗ്ലണ്ട് ഉണ്ടാവും, ഇറ്റലി, ഫ്രാൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്തു? അങ്ങോട്ട് കുടിയേറി പറക്കാൻ തുടങ്ങി. അങ്ങനെ 18th century ആയപ്പോഴേക്ക് 13 കോളനികൾ ആരാ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 colonies ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. ക്ലിയർ അല്ലേ? ഈ മൈഗ്രേഷൻ ടു അമേരിക്ക എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ. ഇനി ആ 13 കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 13 കോളനീസ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ് ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം തന്നെയാണ്, അവിടുത്തെ വിഭവങ്ങൾ കൈയടക്കാനുള്ള ഉദ്ദേശം തന്നെയാണ് ബ്രിട്ടീഷുകാർക്കുള്ളത്. അപ്പോൾ അവരെന്താ ചെയ്തു നോക്കാം നമുക്ക്. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് ദ സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽ ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്. എന്താണ് ബ്രിട്ടീഷ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് അമേരിക്കൻ കോളനീസ് ആസ് എ സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, അവരുടെ ബിസിനസ്സിന്, അവരുടെ വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടും ആൻഡ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് എ മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും. 2 തരം കേന്ദ്രങ്ങളാണ് പറഞ്ഞത്. എന്താ? ഒന്ന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കേന്ദ്രമായിട്ടും, അതേപോലെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായിട്ടും ഈ കോളനികളെ അവർ ഉപയോഗിച്ചു. അങ്ങനെയാണ് അവരതിനെ കണ്ടത്. അല്ലാണ്ട് ആ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ വന്നത്. അവരെന്താണ്? അവരുടെ ബിസിനസ് നന്നാക്കാൻ വേണ്ടിയിട്ട് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്ന ഒരു കേന്ദ്രമായിട്ടും അതേപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും അവർ ഇതിനെ കണ്ടു അവർ. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് ദിസ് പോളിസി implemented by the British merchants with the help of their motherland in the American colonies known as mercantilism. ചോദിക്കാറുണ്ട് മെർക്കൻറ്റിലിസം എന്താണെന്ന്. ചിലപ്പോൾ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് മെർക്കൻറ്റിലിസം മാത്രം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി താഴേക്ക് പറഞ്ഞ മെർക്കൻറ്റിലിസ്റ്റ് ലോസ് ചേർത്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ മെർക്കൻറ്റിലിസ്റ്റ് ലോസ് ചേർത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മളെന്ത് പറയണം? ഇതും കൂടെ പറയണം. മെർക്കൻറ്റിലിസം എന്താണെന്ന് പറയണം. എന്നിട്ടാണ് മെർക്കൻറ്റിലിസ്റ്റ് ലോസ്
പറയാൻ. ഓക്കെ, അപ്പോൾ മെർക്കൻറ്റിലിസം എന്താണ്? ഈ ഒരു നയമാണ് അല്ലേ, അവരുടെ ഒരു പോളിസിയാണ്. എന്താ പോളിസി? ഈ അമേരിക്കൻ കോളനികളെ എന്തായിട്ട് കണക്കാക്കുക? റോ മെറ്റീരിയൽ ശേഖരിക്കുന്ന കേന്ദ്രമായിട്ടും അതേപോലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കേന്ദ്രമായിട്ടും കണക്കാക്കുക എന്ന നയമാണെന്ത്? മെർക്കൻറ്റലിസം എന്ന് പറയുന്നത്. ഈ നയം ആരുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കിയത്? മദർലാൻഡ്. ആരാണ് മദർലാൻഡ്? ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളുകളാണല്ലോ കോളനി സ്ഥാപിച്ചത്. അപ്പം അതാണ് മെർക്കൻറ്റലിസം. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. This policy, implemented by the British merchants with the help of their motherland in the American colonies, is known as mercantilism. ഓക്കെ, തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കൻറ്റിലിസം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ മെർക്കൻറ്റിലിസത്തിൻ്റെ ഭാഗമായി കുറച്ച് നിയമങ്ങൾ അവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ആസ് എ പാർട്ട് ഓഫ് മെർക്കൻറ്റിലിസം സെവറൽ ലോസ് വെർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അതാണ് ഇനി നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മളെന്ത് പറയുക? മെർക്കൻറ്റലിസ്റ്റ് ലോസ് എന്ന് പറയുക. നോക്കൂ, മെർക്കൻറ്റലിസ്റ്റ് ലോസ് എന്തൊക്കെയാണ്? The goods to and from the colonies must be carried only in British ships or ships built in British colonies. അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. വേറൊരു കപ്പലും ഉപയോഗിക്കാൻ പാടില്ല. ഏത് കപ്പലും ഉപയോഗിക്കാൻ പാടുള്ളൂ? ഒന്നുകിൽ ഇംഗ്ലണ്ടിൻ്റെ കപ്പലായിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലായിരിക്കണം. സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നു. ദ ഗുഡ്സ് ടു ആൻഡ്, മറന്നു അത് ടു എന്ന് മാത്രം പറയരുത്, ആൻഡ് എന്ന് മാത്രം പറയരുത്. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം. മനസ്സിലായോ? ഫ്രം എന്നും ടു എന്നും പറയണം, രണ്ടും ഉണ്ട് അല്ലേ. കോളനികളിലേക്കോ കോളനികളിൽ നിന്നോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതോ കൊണ്ടുവരുന്നതോ ഏത് കപ്പലുകളിലായിരിക്കണം? ബ്രിട്ടീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം. ഒന്ന് ക്ലിയർ ആയല്ലോ? 2. പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ്. ആ കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാര്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്ത്? ഷുഗർ, wool, tobacco and cotton etc. could only be exported to England. എങ്ങോട്ട് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ. പ്രൊഡക്ട്സ് ഓഫ് കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, ടുബാക്കോ ആൻഡ് കോട്ടൺ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, പരുത്തി, പുകയില, അതേപോലെ കമ്പിളി തുടങ്ങിയ കാര്യങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി വയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇതാണ് അടുത്തത്. ഇനി 3ാമത്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാം ഹെൽസ്, ലൈസൻസ് എക്സെട്ര. അതായത് ബ്രിട്ടീഷ് സീലിലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖ, പാം ഹെൽസ് എന്ന് പറഞ്ഞാൽ ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം, ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അതായത് ബ്രിട്ടീഷുകാർ അറിയാതെ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാം ഹെൽസ്, ലൈസൻസ് എക്സെട്ര. കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും, എല്ലാ ലൈസൻസുകളിലും, എല്ലാ ലഘുലേഖകളിലും ബ്രിട്ടൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കണം. 4ാമത്തത്, colonies must provide food and quarters for the British troops which were maintained in the colonies. ഓക്കെ, കോളനികളിൽ നിലനിർത്തിയിരിക്കുന്ന ഇംഗ്ലീഷുകാരായ പട്ടാളക്കാരുടെ താമസ സൗകര്യവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ തന്നെ ചെയ്തു കൊടുക്കണം.
ഓക്കെ, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സൗകര്യവും അതേപോലെ ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ ആര് നൽകണം? കോളനികൾ നൽകണം. അടുത്തെന്താ? ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. വലിയ നികുതി കൊടുക്കണം. ഇമ്പോർട്ട് ടാക്സ് എന്താ? ഇറക്കുമതി ചുങ്കമാണ് അല്ലേ? ഇറക്കുമതി ചുങ്കം. എന്തിന്? ടീ, തേയില, ഗ്ലാസ്, പേപ്പർ, കടലാസ്, കടലാസ്, ഗ്ലാസ്, തേയില തുടങ്ങിയവയ്ക്കൊക്കെ വലിയ തരത്തിലുള്ള ഇമ്പോർട്ട് ടാക്സ്, ഇറക്കുമതി ചുങ്കം നൽകണം. വലിയ ഇറക്കുമതി ചുങ്കം നൽകണം എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ്. അതായത് ഒരു 10 രൂപയുടെ ഒരു തേയില പെട്ടി വാങ്ങുകയാണെങ്കിൽ ഒരു 100% ഇമ്പോർട്ട് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ചേർത്തി കഴിഞ്ഞാൽ എന്താവും? 20 രൂപ എന്ത് ചെയ്യേണ്ടി വരും? അതേ സാധനത്തിന് കൊടുക്കേണ്ടി വരും. 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 20 രൂപയ്ക്ക് കോളനികൾക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 100% ടാക്സ് ആർക്ക് കിട്ടും? ബ്രിട്ടന് കിട്ടുകയും ചെയ്യും. അടുത്തതായി നമ്മൾ കിടക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇതാണ് തുടക്കമായിട്ട് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമായിട്ട് ബോസ്റ്റൺ ടീ പാർട്ടി അറിയപ്പെടുന്നു. എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, മെർക്കൻറ്റലിസ്റ്റ് ലോസായിട്ട് ബന്ധപ്പെട്ട് പേപ്പറിൻ്റെയും ഗ്ലാസിൻ്റെയും അതേപോലെ തേയിലയുടെയും, പേപ്പർ, ഗ്ലാസ്, തേയില എന്നിവയുടെ ഇറക്കുമതി ചുങ്കം വല്ലാതെ വർദ്ധിപ്പിക്കുകയുണ്ടായി. അതേ വിഷയം തന്നെയാണ് ഇവിടെ പ്രശ്നമായി വരുന്നത്. ദ high tax levied by the British government on tea fired up strong protests in America. On 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as Boston Tea Party. അതായത് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് വലിയൊരു പ്രതിഷേധം അമേരിക്കയിലുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി 16-ാം തീയതി ഡിസംബർ 16, 1773, 1773 ഡിസംബർ 16 ഓർത്തിരിക്കുക, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകൾ ഏത് രീതിയിൽ? ഡിസ്ഗൈസ്ഡ് ആസ് റെഡ് ഇന്ത്യൻസ് എന്ന വ്യാജേന ഈ കപ്പലിലേക്ക് വരികയും കപ്പലിലുണ്ടായിരുന്ന ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിലേക്ക് കടന്നു കയറുകയും കപ്പലിലുണ്ടായിരുന്ന 342 പെട്ടികൾ, തേയില പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതാണ് എന്ത് അറിയപ്പെടുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. വർഷം ഓർത്തിരിക്കുക, 1773 ഡിസംബർ 16. ഓക്കെ, 1773 ഡിസംബർ 16. ഇതാണ് തുടക്കമായിട്ട് പറയുന്നത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമായിട്ട് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. അപ്പോൾ ആ ഡേറ്റ് ഓർത്ത് വയ്ക്കുക അല്ലേ, ആ വർഷമെങ്കിലും ഓർത്ത് വയ്ക്കുക. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. എന്താണ് കാരണം? ഇതാണ് തേയിലയുടെ അല്ലെങ്കിൽ ടീയുടെ ടാക്സ്, ഇമ്പോർട്ട് ടാക്സ് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധം അമേരിക്കയിലുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമാണെന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. അതേപോലെ ആശയങ്ങൾ, ചില the ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റീവ് ആയിട്ടുള്ള ചൂഷണ നിയമങ്ങൾക്കെതിരെ പോരാടാൻ അവിടെയുള്ള ജനങ്ങൾക്ക് ചില ആശയങ്ങൾ പിന്തുണ നൽകി. ആശയങ്ങൾ ആരുടേതൊക്കെയാണ് നോക്കാം. ജോൺ ലോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? എവ്രി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ജോൺ ലോക്ക് പറഞ്ഞത്, തോമസ് പെയിൻ പറഞ്ഞത്, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യം, ഇതൊക്കെ പഠിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ജോൺ ലോക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? എവ്രി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, ചില മൗലിക അവകാശങ്ങൾ എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും അല്ലെങ്കിൽ മനുഷ്യന് എന്തുണ്ട്? ഒരു മൗലിക അവകാശങ്ങളുണ്ട്. നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും എന്തില്ല? അവകാശമില്ല. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. എവറി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. അതിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരവകാശവും ഒരു ഗവൺമെൻറ്റിനുമില്ല. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? ഒരു ഫണ്ടമെൻ്റലൈസ്ഡ് റൈറ്റ് ഉണ്ട്, ഒരു മൗലിക അവകാശങ്ങളുണ്ട്, ചിലതുണ്ട്. അത് സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഒരു ഗവൺമെൻറ്റും ഇല്ല. ഓക്കെ, അതെന്താണ്? എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റുകളും സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇംഗ്ലണ്ടിനോടുള്ള
ഒരു തുറന്ന പറച്ചിലാണത് അല്ലേ. അങ്ങനെ അവരോട് പ്രതികരിക്കാനുള്ള ഒരു ആവേശം നൽകാൻ വേണ്ടിയുള്ള ഒരു ഐഡിയോളജിയാണെന്ത് ഈ പറഞ്ഞത്. നോക്കൂ, അതേപോലെ തോമസ് പെയിൻ എന്താ പറഞ്ഞത്? ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ബി പെർപെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഓക്കെ, ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ബി പെർപെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. അല്ലേ, എല്ലാ കാലത്തും ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര, ഈ വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകര എല്ലാ കാലത്തും കീഴടങ്ങി കഴിയണം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരു യുക്തിയുമില്ല. അത് യുക്തിക്ക് നടക്കുന്നതല്ല. എല്ലാ കാലത്തും ഒരു കോണ്ടിനെൻ്റ് മറ്റൊരു വിദേശ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുക്കണം എന്ന് പറയുന്നത് എന്തല്ല, യുക്തിക്ക് നടക്കുന്നതല്ല. ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻ്റ് ബി പെർപെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഓക്കെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ അണ്ടറിൽ ഒരുപാട് കാലം ഇങ്ങനെ ഒരു കോണ്ടിനെൻ്റ്, നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റ് ഇങ്ങനെ ജീവിക്കുക, ഇങ്ങനെ അതിൻ്റെ അണ്ടറിലായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് എന്തല്ല, യുക്തിക്ക് നടക്കുന്നതല്ല. അത് നമുക്ക് മോശമാണെന്ന് നമ്മുടെ ജനങ്ങളോട്, ഇംഗ്ലണ്ടിലെ ജനങ്ങളോട് തന്നെ, അമേരിക്കയിലെ ജനങ്ങളോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് തോമസ് പെയിൻ. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. എന്താ സംഭവിക്കുന്നത് നോക്കാം. The entire continent assembles. The entire continent assembles. എത്ര കോണ്ടിനെൻറ്റിൽ എത്ര കോളനികളുണ്ട്? 13 കോളനികൾ അല്ലേ, അറിയാമല്ലോ. ആ 13 കോളനികൾ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യണം. എവിടെയാണെന്ന് നോക്കാം. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല, ഫണ്ടമെൻ്റൽ റൈറ്റുകൾ നടപ്പാക്കപ്പെടുന്നില്ല, അതേപോലെ എന്തില്ല, കുറേ നിയമങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കുന്നു, ഏത് മെർക്കൻ്റലിസ്റ്റ് ലോസൊക്കെ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടായ സമയത്ത് ഈ 13 കോളനികളും എന്ത് ചെയ്യാണ്, കോളനികളെല്ലാം കൂടി ചേർന്നിട്ട് ഏതൊക്കെ കോളനികളുണ്ടെന്ന് പറയാം, കോളനികളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യാണ്. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ met at Philadelphia in 1774 to protest against the policies and rules imposed by England. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നതിനായിട്ട് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഓക്കെ, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഫിലാഡൽഫിയയിൽ 1774 സമ്മേളിക്കുന്നത്. ആരില്ല, 13 കോളനികളിൽ ജോർജിയ ഒഴികെയുള്ള കോളനികളൊന്നായിട്ട് സമ്മേളിക്കുക. അവരുടെ പ്രതിനിധികൾ ഇവിടെ ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുകയാണ്. മറന്നു പോകരുത്, ജോർജിയ ഒഴികെ ഫിലാഡൽഫിയ 1774. ഫസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത്രയേ ഉള്ളൂ. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ പോളിസികളും റൂൾസിനും എതിരെ സമ്മേളിക്കുകയാണ്. എതിരെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും വന്ന് സമ്മേളിക്കുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. Subsequently, people of the colony submitted a petition to the King of England. എന്താണ് സബ്മിറ്റ് ചെയ്ത പെറ്റീഷൻ നോക്കാം നമുക്ക്. They demanded the revocation of regulations enforced on industry and commerce and not imposed tax without the approval of the people. അല്ലേ, അവർ പറഞ്ഞത് എന്താണ്, വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പരാതി കൊടുത്തു. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നത്. രാജാവിന് ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിമാൻഡഡ് the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. ഞങ്ങളുടെ അംഗീകാരമില്ലാതെ എന്ത് ചെയ്യരുത്, ടാക്സ് ഇമ്പോസ് ചെയ്യരുത്. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നോ ടാക്സേഷൻ
വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അങ്ങനെ ഞങ്ങളുടെ അഭിപ്രായമില്ലാതെ, ഞങ്ങളുടെ അംഗീകാരമില്ലാതെ എന്തുണ്ടാവരുത്, ടാക്സ് ചുമത്താൻ പാടില്ല. അതേപോലെ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ എന്ത് ചെയ്യണം, റിവോക്കേഷൻ ചെയ്യണം, അല്ലേ? ആ നിയന്ത്രണങ്ങൾ നീക്കണം എന്നുള്ള അർത്ഥമാണ് റിവോക്കേഷൻ്റെ. റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ആർക്കകത്ത് കൊടുത്തത്, ഇംഗ്ലണ്ടിലെ രാജാവിനെ കൊടുത്തത്. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. രാജാവ് എന്താ ചെയ്തത്, ഒരു മിലിറ്ററി ഫോഴ്സിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. എന്തിന്? സപ്രസ് ദ പീപ്പിൾ, ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലെ രാജാവ് ഒരു മിലിറ്ററി അയച്ചു. ഓക്കെ, അതായത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇവർ തയ്യാറല്ല, ഒരു തരത്തിലുള്ള സന്ധിക്കും തയ്യാറല്ല എന്നാണ് രാജാവ് അതിലൂടെ കാണിച്ചത്. ഓക്കെ, അത് എന്തിന് കാരണമായി? ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് കോളനീസ്. ഇതെന്തിന് കാരണമായി? ഇംഗ്ലണ്ടും കോളനികളുമായിട്ടുള്ള യുദ്ധത്തിന് കാരണമായി. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ അവസാനം എന്ന് പറയുന്നത് അവർ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. The Second Continental Congress in 1775. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the Commander-in-Chief of Continental Army. ശ്രദ്ധിക്കണം, ജോർജ് വാഷിങ്ടനെ കമാൻഡർ-ഇൻ-ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി ആക്കിയത് ഏത് വർഷമാണ്? 1775 ആണ്. അത് ഏത് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലാണ്. സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ നടന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തെ, ജോർജ് വാഷിങ്ടനെ കമാൻഡർ-ഇൻ-ചീഫ് ഓഫ് കോണ്ടിനെൻ്റൽ ആർമി ആക്കി മാറ്റുകയാണ്. അതേസമയത്ത് ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഹെൽറ്റ് ടൈറ്റിൽ കോമൺ സെൻസ്, തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. അതേസമയം നമ്മുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ ഒരു പാംഹെൽറ്റിലൂടെ, ഒരു ലഘുലേഖയിലൂടെ തോമസ് പെയിൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായി ബന്ധപ്പെട്ട എല്ലാ ടൈസും, അല്ലേ, എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് നല്ലത്. ഓക്കെ, ഏതിലൂടെയാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഹെൽറ്റ് ടൈറ്റിൽ കോമൺ സെൻസ് എന്ന് പറഞ്ഞ പാംഹെൽറ്റ് അല്ലെങ്കിൽ ലഘുലേഖയിലൂടെ തോമസ് പെയിൻ പറഞ്ഞു. തോമസ് പെയിൻ ആണ് പറഞ്ഞത്. ഈ കോമൺ സെൻസ് എന്നാണ് പാംഹെൽറ്റിൻ്റെ പേര്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി. ഓക്കെ, ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നതാണ് ആരെ സംബന്ധിച്ച് നല്ലത്? അമേരിക്കക്കാരെ സംബന്ധിച്ച് നല്ല കാര്യം അല്ലെങ്കിൽ വിവേകപൂർവമായ തീരുമാനം എന്ന് പറയും. ഓക്കെ, ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. 1776 ജൂലൈ 4 അല്ലേ? ജൂലൈ 4 ഓർക്കാൻ നിങ്ങൾക്ക് ദിലീപിൻ്റെ സിനിമ ഓർത്താൽ മതി. ജൂലൈ 4 പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അല്ലേ? 1776 ജൂലൈ 4 ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ആ പ്രഖ്യാപനം ഉണ്ടാകുന്നത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, മലയാളത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയും. എന്നാണ് ഉണ്ടാകുന്നത്? ജൂലൈ 4, 1776. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ത്? Declaration of Independence on 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രെയിം ചെയ്യുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നമ്മൾ ആരൊക്കെ പഠിച്ചു എന്ന് ഓർത്ത് നോക്കിയ കുറേ ആളുകളുടെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ആരൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുമാരനാശാനല്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ ആരാ പറഞ്ഞത്? ജെയിംസ് ഓട്ടിസ് ആണ് പറഞ്ഞത്. പിന്നെയോ ക്രിസ്റ്റഫർ കൊളംബസിനെ അറിയാലോ,
അറിയാം. പിന്നെ നമ്മൾ പഠിച്ചത് ആരെയാണ്? ജോൺ ലോക്കിനെയും തോമസ് പെയിനെയാണ്. ജോൺ ലോക്ക് എന്താ പറഞ്ഞതെന്ന് അറിയാം, തോമസ് പെയിൻ എന്താണെന്ന് പറഞ്ഞത് അറിയാം അല്ലേ? പിന്നെയാണ് നമുക്ക് ആരെ പഠിക്കാനുള്ളത്? ജോർജ് വാഷിങ്ടനെ പഠിക്കാനുണ്ട് അല്ലേ? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അദ്ദേഹത്തെ എന്തായി തിരഞ്ഞെടുത്തു? കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് തിരഞ്ഞെടുത്തു. പിന്നെ നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചു? കോമൺ സെൻസും അതേപോലെ തോമസ് പെയിനും. തോമസ് പെയിനിൻ്റെ ഫാം ഹെൽത്തിൻ്റെ പേരാണെന്ത്? ലഘുലേഖയുടെ പേരാണെന്ത്? കോമൺ സെൻസ്. ഓക്കെ, അതിലൂടെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ തീരുമാനം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടനിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും പിരിയുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ? ഇനിയാണ് നമ്മളിപ്പോൾ പഠിച്ചത് എന്ത്? ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 1776 ജൂലൈ 4 നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. ചോദിക്കാറുണ്ട്. ഓക്കെ, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. ഒരു പോയിൻ്റ് എന്താണ്? ഓൾ ആർ ഈക്വൽ, എല്ലാവരും എന്താണ്? സമന്മാരാണ് അല്ലേ? മനുഷ്യരെല്ലാവരും സമന്മാരാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എവറി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ഒരു മൗലിക ചില അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? ജോൺ ലോക്ക് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗവൺമെൻറ് രൂപീകരിക്കുകയാണെങ്കിൽ ആ രൂപീകരിച്ച ഗവൺമെൻറ്റിന് എന്തുണ്ടാവണം? ജനങ്ങളുടെ ഒരു കൺസെൻറ്റ് ഉണ്ടാവണം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലാവണം. അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാവണം ഗവൺമെൻറ് ഉണ്ടാകുന്നത്. ഓക്കെ, അത് നമ്മൾ ജനാധിപത്യത്തിലൊക്കെ നടക്കുന്നതാണല്ലേ? ജനങ്ങൾക്ക് അംഗീകരിക്കുന്ന ആളുകളെ നേതാവാക്കുകയും അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ എന്ത് വേണം? ഒരു കൺസെൻറ്റ്, ജനങ്ങളുടെ ഒരു കൺസെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണെന്ത്? ഗവൺമെൻറ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ, അവരങ്ങനെ വരുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? തിരിച്ചു വിളിക്കാനോ അവരെ മാറ്റാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ടാവുകയെങ്കിലും വേണം എന്നാണ് ഈ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ, വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിലൂടെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. The war between England and colonies in North America that began with the Declaration of Freedom ended in 1781. 1776 ജൂലൈ 4 ഇറക്കിയ ഫ്രീഡം, ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം അല്ലേ? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ അമേരിക്കയും കോളനികളും തമ്മിലുള്ള, ബ്രിട്ടനും അമേരിക്കൻ കോളനികളും തമ്മിലുള്ള യുദ്ധം ഒന്നും കൂടെ സ്ട്രോങ് ആവുകയും ആ യുദ്ധം 3 വർഷം നീണ്ടുനിന്ന് 1781 5 വർഷം നീണ്ടുനിന്ന് 1781 അവസാനിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. 13 കോളനികളുടെ ഫ്രീഡം റാറ്റിഫൈ ചെയ്തു, അംഗീകരിച്ചു. ആരംഗീകരിച്ചു? ഇംഗ്ലണ്ട് അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടി, ട്രീറ്റി ഓഫ് പാരീസ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രീറ്റി ഓഫ് പാരീസ് 1783. അതിൽ ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. തുടർന്ന് അതിനുശേഷം എന്താ സംഭവിച്ചത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷം ഫിലാഡൽഫിയയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ചേരുകയും ഒരു ഫ്രെയിം ചെയ്യുന്നു, ഒരു അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുകയും ചെയ്യുന്നു. ആരാണ് അതിന് നേതൃത്വം നൽകിയത്? ജെയിംസ് മാഡിസൺ അല്ലേ? ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. ജോർജ് വാഷിങ്ടൺ became the first president of United States of America formed in accordance with the new constitution. അങ്ങനെ അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുകയും അതിൻ്റെ പ്രസിഡൻ്റായിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആരായിരുന്നു ജോർജ് വാഷിങ്ടൺ? സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ സർവ്വസൈന്യാധിപനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, ഇന്ത്യൻ്റെ കോണ്ടിനെൻ്റൽ ആർമിയുടെ സർവ്വസൈന്യാധിപൻ, കമാൻഡർ ഇൻ ചീഫായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിങ്ടനെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് നിയമിക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. അങ്ങനെ അത് അവസാനിക്കുകയാണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു ടൈം ലൈൻ ഉണ്ട് നമുക്കിത്.
ഏതാണ് ടൈം? ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16. പിന്നെ 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ദെൻ 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ദെൻ 5 വർഷം കഴിയുന്നേരം യുദ്ധം അവസാനിക്കുന്നു അല്ലേ? 1781 യുദ്ധം അവസാനിക്കുന്നു. ദെൻ 1783 ട്രീറ്റി ഓഫ് പാരീസ് അല്ലേ? പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് അവരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, കുറേ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ശേഷം നമ്മളിപ്പോൾ പഠിച്ചത് ജെയിംസ് മാഡിസണെയാണ്. പിന്നെ ജോർജ് വാഷിങ്ടനെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. അപ്പം ഭരണഘടന അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആരാണ്? ജെയിംസ് മാഡിസൺ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്താണ്? അമേരിക്കൻ ആദ്യമായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം നമ്മളിതാണ് പഠിക്കുന്നത് അല്ലേ? ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന, റവല്യൂഷനായിട്ട് കണക്കാക്കുന്നത് അല്ലേ? അപ്പോൾ അത് എന്ത് മാറ്റമാണ് ലോകത്തിന് ഉണ്ടാക്കിയത്, ലോകത്തിന് അതെന്ത് മാറ്റം ഉണ്ടാക്കിയെന്നുള്ള പോയിന്റുകളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതും ചോദിക്കാറുണ്ട്, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോം ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദർ. അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതിയെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മാറ്റിമറിച്ചു അല്ലേ? ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല തരത്തിൽ ലോകത്തെ ഇത് സ്വാധീനിച്ചു. അതെങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് എന്താണ്? ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ഇതേ സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടൻ്റെ കോളനികളുണ്ട്. അവിടെയൊക്കെ ബ്രിട്ടൻ്റെ മാത്രമല്ല മറ്റ് യൂറോപ്യൻ ശക്തികളുടെയൊക്കെ കോളനികളുണ്ട്. അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള റവല്യൂഷൻസൊക്കെ നടക്കുന്നുണ്ട്. അത്തരം റവല്യൂഷൻസിന് ഗേവ് ഡയറക്ഷൻ അല്ലെ ഒരു വഴികാട്ടിയായി, ഇന്നിങ്ങനെ പോയാൽ നമുക്ക് ജയിക്കാം എന്നുള്ളൊരു വഴികാട്ടിയായി. ആൻഡ് മോട്ടിവേഷൻ കാരണം എന്താ? ജയിച്ചല്ലോ, ആദ്യമായിട്ടായി ഒരു റവല്യൂഷൻ ജയിക്കുകയും പുതിയൊരു മാറ്റം ഉണ്ടാകുകയും പുതിയൊരു ആ രാജ്യത്തുള്ള ജനങ്ങൾ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത ഒരാൾ അവിടുത്തെ പ്രസിഡൻ്റായി മാറുകയും ചെയ്യുകയാണ്. അത് മോട്ടിവേഷനാണ്. അത്തരത്തിലൊരു മോട്ടിവേഷൻ ഇത് കാരണം ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തുള്ള എല്ലാതരം സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകാൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയത്തിന് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ, പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ലോകത്തിന് മുമ്പിൽ വയ്ക്കാൻ കഴിഞ്ഞു, അമേരിക്കൻ വിപ്ലവത്തിന് കഴിഞ്ഞു. ദെൻ പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്നു. Then contributed the concept of federal system that ensured freedom and authority of states in the union. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അതായത് ഫെഡറൽ സിസ്റ്റമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഫെഡറൽ സിസ്റ്റമാണുള്ളത്. എങ്ങനെയാണ്? കുറേ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ മുകളിൽ ആരുണ്ട്? സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങൾക്കും ഒരു പൂർണ്ണമായ അധികാരമുണ്ട്, അതേപോലെ സ്വാതന്ത്ര്യമുണ്ട്. ആ അധികാരത്തിന് മുകളിൽ ആരുണ്ട്? സെൻട്രൽ ഗവൺമെൻറ്റിന് അതിനൊരു അധികാരമുണ്ട്. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരവും അവകാശങ്ങളൊക്കെ നൽകുന്ന തരത്തിലൊരു ഫോം ഓഫ് ഗവൺമെൻറ്, അതാണ് ഇത് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് സാധിച്ചു, അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് സാധിച്ചു. ഇത് 4 പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പഠിക്കണം. ഇത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മാർച്ചിലെ എക്സാം മെയിലാണല്ലോ നടന്നത്. ആ മാർച്ചിൽ നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് 6 മാർക്സിൻ്റെ ഒരു എസ്സേ എഴുതാനാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ഹിൻസ് എന്ന് പറയുന്നത്, ഒന്ന് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സുകളാണ്, പിന്നെയോ മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ മെർക്കൻറ്റലിസ്റ്റ് ലോസ് എല്ലാം പറഞ്ഞിട്ട് അതേപോലെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിനൊക്കെ വിശദീകരിച്ച് കൺക്ലൂഷനിലേക്ക് എത്തണം അല്ലേ? കൺക്ലൂഷൻ എന്താണ്? അവിടെ ഒരു ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജോർജ് വാഷിങ്ടൺ അവിടുത്തെ പ്രസിഡൻ്റ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ എഴുതണം. ഇത് വേണമെങ്കിൽ അതും കൂടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.